അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു GoPro 13 മേടിച്ചിട്ടുണ്ട് ഫ്രം കോസ്കോ. സോ വി ആർ ഗോയിങ് ടു അൺബോക്സ് ദാറ്റ് GoPro. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇത് കോസ്കോയിലത്തെ ബോക്സ് ആണ് ഈ സംഭവം. കോസ്കോ GoPro എത്ര രൂപ ഇതിന്? $500. സോ $500 means nearly 30,000 Indian rupees. So 13 black. GoPro 13 black. സാധാരണ സ്മോൾ ബോക്സ് അല്ലേ? ഓക്കെ, ചെറിയൊരു സ്മോൾ ബാഗിലാണ് വന്നിട്ടുള്ളത്. സിപ്പർ ബാഗ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് അല്ലേ. എല്ലാം മറ്റേ ഗ്ലാസ് എല്ലാം കവേഡാണ്. ഇതാണ് ശരിക്കും GoPro. ഇതൊക്കെ അതിൻ്റെ മറ്റേ കറണ്ടി കുത്തുന്ന സാധനങ്ങളല്ലേ. സ്റ്റിക്ക് ഉണ്ടാവും. ഐ തിങ്ക് ദിസ് ഇസ് സ്റ്റിക്ക്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ഈച്ച് വൺ ബൈ വൺ. നമ്മൾ സ്റ്റിക്കില്ലേ? ഇത് നോക്കിയിട്ടല്ലേ മേടിച്ചേ? സ്റ്റിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു ചാർജർ, മറ്റേ C ടൈപ്പ് ചാർജറിൻ്റെ ഒരു വയറ്. പിന്നെ അതെ, ഇതാണ് അതിൻ്റെ ആക്ച്വൽ GoPro. എന്താണ് എഴുതിയത്? എന്താണ്? യു ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, പേപ്പർ കവറിങ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അതിപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ചൂരാണ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഓക്കെ, അതിൻ്റെ സ്ക്രീൻ, അതിൻ്റെ ലെൻസ് ഏരിയ, അതിൻ്റെ സൈഡ് ബാക്കിലത്തെ മറ്റേ വ്യൂ ഫൈൻഡർ. കൻ ഐ സി? സോ ഇതാണ് അതിൻ്റെ വ്യൂ ഫൈൻഡർ, സൈഡ് ആൻഡ് അതിൻ്റെ ക്യാമറ ഭാഗം, ലെൻസ് ഭാഗം. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച്. ആൻഡ് ഇവിടെ നമ്മൾ മറ്റേ ട്രൈപോഡ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ്. ആൻഡ് ഐ തിങ്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത സൈഡ് ഇതിൽ സെറ്റിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വെക്കാറ്. അതൊക്കെ ബാറ്ററി ഉള്ള പൗച്ചായിരിക്കും വെക്കാറ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സൈഡ് ഏരിയ ടു പുട്ട് ദ ബാറ്ററി ഇൻ. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് വെരി യൂസ്ഫുൾ. അപ്പോൾ രണ്ട് ബാറ്ററിയും ചാർജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം സമയം യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ വൺ ഗുഡ് തിങ്. അപ്പോൾ ബാറ്ററി ഇട്ട സമയത്ത് തന്നെ ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ 13 ബ്ലാക്ക് ഇറ്റ്സ് കമ്മിങ്. പിന്നെ അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ്, GPS enable awesome features. Turn on, control your camera using voice control language, English. SD card check. SD card ഇല്ല ഇതില്? So it comes with an SD card too. Okay, so what is the 128 GB SD കാർഡും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. That maybe depend on ലൈക്ക് ഇവിടെ നിന്ന് ഏത് ബ്രാൻഡാണ് നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ആക്സസറി ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇഫ് യു വാണ്ട് മോർ സ്റ്റോറേജ് ഐ ബിലീവ് വി ക്യാൻ യൂസ് ഇറ്റ്. ഇതിൻ്റെ ബാറ്ററി ഓൾറെഡി ഡിഫോൾട്ടായിട്ട് 30% ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ട്രൈപോഡിൽ അറ്റാച്ച് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിൽ. These equipments are for attaching the action cam to the tripod. So ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. This is an additional battery, wire, anything else? That's it. ക്യാമറ ഇട്ട് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നില്ല ഇപ്പം, ബിക്കോസ് അതിൽ ഓൾറെഡി ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള പ്രകാരം we are going to use it only after the updation of the software. Okay, so
is that 30,000 രൂപയുടെ ഐറ്റം ആക്ഷൻ ക്യാമറ. Actually, I advised him to go for DJI Action Pro 5, but Costco that product was not available. So he chose to buy 13 black GoPro. Okay, so that's it. Yeah. So ഇത് നമുക്ക് ലൈവായിട്ട് ഫോണിൽ നമുക്ക് വ്യൂ ചെയ്യാം. ലൈക്ക് നമുക്ക് ഇപ്പം തലയിലൊക്കെ വെച്ച് പോവാണെങ്കിൽ if our phone is connected somewhere in our view area, we can watch whatever the camera takes in our phone. And we have 2 screens here. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. This is mainly gives advantage for those people who are doing the selfie videos, especially the vloggers. So if I do vlog, I can either keep it here, or if I want to see the opposite side, like go like this. സോ 2 സൈഡും നമുക്ക് പിടിക്കാൻ പറ്റും. നമ്മുടെ ഐഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യാന്നുള്ള അല്ല, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമ്മൾ മെയിൻ ക്യാമറ യൂസ് ചെയ്യണേ. ഈ ഗോപ്രോൻ്റെ ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് ക്യാമറ ഈസ് ഓൾവേസ് ഓഫ് ലോ റെസൊല്യൂഷൻ. അപ്പം മേജർ ക്യാമറ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു സെൽഫി വീഡിയോ എടുക്കാം. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം ഈ പ്രത്യേകിച്ച് ബ്ലോഗേഴ്സിനൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇതിൽ കണ്ടുകൊണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഗുഡ്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മളുടെ ചെറുതായിട്ട് ഹീറ്റായിട്ടുണ്ട്. ലൈക്ക് ഇത് എനിക്ക് വന്ന് സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ ചെയ്തുകൊണ്ടാവും. വളരെ മൈൽഡായിട്ടുള്ളൊരു വാംത്ത് ഉണ്ട് തൊടുമ്പോൾ. യാ, ഇറ്റ്സ് ഗുഡ്. ഇതിൻ്റെ ക്രീമി ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഈ സംഭവം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. ബട്ട് ഓൾവേസ് ട്രാൻസ്ഫർ ദ ഫയൽ ടു യുവർ കമ്പ്യൂട്ടർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് മെയിൻലി അബൌട്ട് ദിസ് തിങ്. പിന്നെ എന്തൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ? സോ വി ക്യാൻ ക്യാപ്ചർ 5.3K 60+ 4K 120. അതായത് ഫ്രെയിംസ് പെർ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 5.3Kയിൽ 60 FPS 4Kയിൽ 120 FPS 2.7Kയിൽ 240 FPS വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ആൻഡ് ബേഴ്സ്റ്റ് സ്ലോ മോഷൻ 720p 400 HDR വീഡിയോ, ലെൻസ് മോഡ് ഓട്ടോ ഡിറ്റക്ഷൻ, 27 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ. ആൻഡ് സൂപ്പർ ഫോട്ടോ, HDR ഫോട്ടോസ് ആൻഡ് റോ ഫോട്ടോ ഫോർമാറ്റിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഹൈപ്പർ വ്യൂ ഉണ്ട്, 177 ഡിഗ്രി അൾട്രാ വൈഡ് വ്യൂസ് ഉണ്ട്. ആൻഡ് 10-bit കളർ ആൻഡ് നൈറ്റ് എഫക്റ്റ്. സോ നൈറ്റ് ഇതായിരിക്കും. 33 feet വരെയാണ് വാട്ടർ പ്രൂഫ് പറയണേ. സോ അതൊരു 10 meter ആണ് പറയുന്നത്. 10 meter ഈസ് ഗ്രേറ്റ്. വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, എ വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മെനി ഓഫ് അവർ യൂസേഴ്സ് ഓഫ് ക്യാമറ. കാരണം നമ്മളിപ്പം ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും. ലൈക്ക് ഇഫ് ഐ പുട്ട് ഇറ്റ് ഇൻ ദ വാട്ടർ ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് പ്രോപ്പർലി. പക്ഷേ വി ക്യാൻ ബി റിലയബിൾ ഓൺ GoPro. വെള്ളത്തിനടിയിൽ യൂസ് ചെയ്യാം ഒക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഡിൻ കം വിത്ത് എ ഹാൻഡ്ലർ. സോ ഓൾവേസ് ഗോ വിത്ത് എ ഹാൻഡ്ലർ വെൻ യു ബൈ ഇറ്റ്. ഈസി ടു യൂസ് ആണ് ഹാൻഡ്ലർ ഉണ്ടെങ്കിൽ. അതർവൈസ് വി ഹാവ് ടു ബൈ. ട്രൈപോഡിനേക്കാളും നല്ലത് ഹാൻഡ്ലർ ആയിരിക്കും. ട്രൈപോഡ് എന്ന് പറയുന്നത് യു ക്യാൻ യൂസ് എനി ട്രൈപോഡ് ബേസിക്കലി. ഫോർ ഷോയിങ് യുവർ പ്രൊഡക്റ്റ് ആൻഡ് അൺബോക്സിങ് ഇറ്റ് ഫോർ us. Bye.